നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM-നെ ഇനി MA ബേബി നയിക്കും. EMS-ന് ശേഷം കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയായി MA ബേബി. കേന്ദ്ര കമ്മിറ്റിയിൽ 84 പേർ. ഒരു സീറ്റ് ഒഴിച്ചിട്ടു. കേരളത്തിൽ നിന്ന് പുതുതായി 3 പേർ. പോളിറ്റ് ബ്യൂറോയിൽ 8 പുതുമുഖങ്ങൾ. പാർട്ടി അച്ചടക്കത്തോടെ മുന്നോട്ടു പോകുമെന്ന് MA ബേബി. അഭിനന്ദിച്ചു VD സതീശൻ. പുതിയ വഖഫ് നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് സമസ്ത. ലീഗ് നാളെ ഹർജി നൽകും. ന്യൂനപക്ഷ അവകാശ പ്രശ്നമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കപിൽ സിബലുമായി നാളെ ഡൽഹിയിൽ ചർച്ച. വഖഫ് ബിൽ അജണ്ടയുടെ ഭാഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലപ്പുറത്തെ വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗിന് മതേതരത്വമില്ലെന്ന് പറയുമ്പോൾ താൻ വർഗീയവാദിയാകുന്നുവെന്ന് വിശദീകരണം. വിവാദത്തിനില്ലെന്ന് MV ഗോവിന്ദൻ. നിലവാരം കുറഞ്ഞ പ്രസ്താവനയെന്ന് മുസ്ലിം ലീഗ്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി നോട്ടീസ്. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വേണമെന്ന ആവശ്യം. വേൾഡ് കപ്പ് കുതിരയോട്ട മത്സരത്തിൽ ഖത്തറിന്റെ ഹിറ്റ് ഷോ ചാമ്പ്യൻ. ഹിറ്റ് ഷോയ്ക്ക് ലഭിക്കുക 103 കോടി രൂപ. MA ബേബി CPM ജനറൽ സെക്രട്ടറി. മധുരയിൽ ചേർന്ന 24-ാം പാർട്ടി കോൺഗ്രസ് ആണ് പോളിറ്റ് ബ്യൂറോ അംഗമായ ബേബിയെ പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പോളിറ്റ് ബ്യൂറോയിലേക്ക് 8 പേർ പുതുതായി എത്തിയപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ 30 പേർ പുതുമുഖങ്ങളാണ്. കേരളത്തിൽ നിന്ന് TP രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും KS സലീഖയും കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിച്ചു. കഴിഞ്ഞ PB-യിൽ ഉണ്ടായിരുന്ന നേതാക്കളെ ക്ഷണിതാക്കളായി നിലനിർത്തി. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പും നടന്നു. ഏപ്രിൽ 2 മുതൽ മധുരയിൽ ചേർന്ന 24-ാം പാർട്ടി കോൺഗ്രസ് ആണ് പുതിയ ജനറൽ സെക്രട്ടറിയെയും നേതൃത്വത്തെയും തെരഞ്ഞെടുത്തത്. 85 അംഗ കേന്ദ്ര കമ്മിറ്റിയെയും 18 അംഗ പോളിറ്റ് ബ്യൂറോയുമാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. തുടക്കം മുതലേ MA ബേബിയുടെ പേര് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് സജീവ ചർച്ചയായിരുന്നു. കേരളത്തിന്റെ പിന്തുണ പൂർണ്ണമായും MA ബേബിക്ക് കിട്ടിയപ്പോൾ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. പക്ഷേ ആരും മത്സരിക്കാൻ തയ്യാറാകാതെ വന്നതോടെ CPM-ന്റെ അമരക്കാരനായി. യഥാർത്ഥത്തിൽ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയാണ് പാർട്ടിയുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ. പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനങ്ങൾ രാജ്യത്തുള്ള ഏതാണ്ട് ഒരു 80,000-ൽ കൂടുതൽ പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. പിന്നെ ഇന്റർമീഡിയറ്റ് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികൾ എല്ലാം സജീവമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയും. സംഘടനാപരമായ ഒരു പുനരുജ്ജീവനത്തിലേക്ക്, പുനഃശാക്തീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായം. എന്നാൽ കേന്ദ്ര കമ്മിറ്റി പാനലിനെതിരെ മത്സരം നടന്നത് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിലെ അപൂർവതയായി. യൂണിയൻ നേതാക്കൾക്ക് പരിഗണന കുറഞ്ഞുവെന്ന് ആരോപിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കരാടാണ് മത്സരിച്ചത്. 31 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. I am not protesting against anyone. I am just emphasizing that this Congress has emphasized that the class struggle at grassroots level should be waged militantly, and I feel comrades who are fighting at grassroots level, they should be given preference in the central committee. കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിനെതിരെ വോട്ടെടുപ്പ് നടന്നിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ 30 പുതുമുഖങ്ങളിൽ 3 പേർ കേരളത്തിൽ നിന്നാണ്. പുത്തലത്ത് ദിനേശനും KS സലീഖയും TP രാമകൃഷ്ണനും പുതുതായി കമ്മിറ്റിയിലെത്തി. പോളിറ്റ് ബ്യൂറോയിലേക്ക് ബിജു കൃഷ്ണൻ, മറിയം ധവളെ, ജിതിൻ ദൌധരി, U വാസുകി, അമ്ര റാം, ശ്രീദി ഭട്ടാചാര്യ, R അരുൺകുമാർ എന്നിവർ പുതുതായി എത്തി. കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായി ജോൺ ബ്രിട്ടാസ് MPയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പുതിയ നേതാക്കൾ സംഘടനാ നേതൃത്വത്തിലേക്ക് വന്നതിനൊപ്പം മത്സരം കൊണ്ടുകൂടി ശ്രദ്ധേയമായിരിക്കുകയാണ് 24-ാം പാർട്ടി കോൺഗ്രസ്. അമൃത ന്യൂസ്, മധുര. EMS-ന് ശേഷം കേരളത്തിൽ നിന്ന് CPM-ന് ഒരു ജനറൽ സെക്രട്ടറി.
MA ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് ചരിത്രമായി മാറുകയാണ്. പാർട്ടിയുടെ തലപ്പത്തേക്കുള്ള ബേബിയുടെ കടന്നുവരവ് സംഘടനാ സമവാക്യങ്ങൾ മാറ്റുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. SFIയുടെ ആദ്യ രൂപമായ കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് MA ബേബി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥി സംഘടനാ സമയത്തെ അനുഭവ സമ്പത്ത് ഇന്നോളമുള്ള രാഷ്ട്രീയ യാത്രയിൽ ബേബിക്ക് കരുത്തായി. 75-ൽ SFI സംസ്ഥാന പ്രസിഡന്റും 79-ൽ അഖിലേന്ത്യാ പ്രസിഡന്റുമായി. 85-ൽ സംസ്ഥാന സമിതിയിൽ. 87-ൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റായതോടെ 89-ൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെത്തി. 1986-ൽ 32-ാം വയസ്സിൽ രാജ്യസഭയിലെത്തുമ്പോൾ രാജ്യത്തെ പ്രായം കുറഞ്ഞ രാജ്യസഭാംഗങ്ങളിൽ ഒരാളായിരുന്നു ബേബി. 92-ലും രാജ്യസഭാംഗമായ ബേബിയുടെ ദേശീയ അന്തർദേശീയ കാഴ്ചപ്പാടുകൾ പാർട്ടിക്ക് മുതൽക്കൂട്ടാകും. 98-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ MA ബേബി പാർട്ടിയിലെ വിഭാഗീയതയുടെ ഇരകൂടിയാണ്. 89-ൽ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ബേബി പോളിറ്റ് ബ്യൂറോയിലെത്താനെടുത്ത സമയം 23 വർഷമാണ്. 2002-ൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി. 2006-ൽ കുണ്ടറയിൽ നിന്ന് ജയിച്ച VS സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായി. 2011-ലും കുണ്ടറയിൽ നിന്ന് ജയിച്ച ബേബി പക്ഷേ ലോക്സഭയിൽ NK പ്രേമചന്ദ്രനോട് തോറ്റു. അന്ന് പിണറായിയുടെ പ്രസംഗം ബേബിക്ക് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ ഇപ്പോഴുമുണ്ട്. അതേസമയം സീതാറാം യെച്ചൂരി എന്ന ജനകീയ നേതാവിൽ നിന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദം ബേബിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാ വെല്ലുവിളിക്കപ്പുറത്തേക്ക് പൊതുജന സ്വീകാര്യത കൂടി പ്രധാനപ്പെട്ടതാണ്. CPM-ലെ പ്രായോഗികവാദിയായ സൈദ്ധാന്തികനായി കൂടിയാണ് MA ബേബി അറിയപ്പെടുന്നത്. 71 വയസ്സ് പൂർത്തിയായി തൊട്ടടുത്ത ദിവസം ജനറൽ സെക്രട്ടറിയാകുമ്പോൾ ബേബിക്ക് പിറന്നാൾ സമ്മാനമായി കൂടി അത് മാറുകയാണ്. ബേബി കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തളർച്ചയിലാണ് CPM ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പാർട്ടിയുടെ വളർച്ചയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിലെ തുടർഭരണവും ബേബിക്ക് മുന്നിലുള്ള വെല്ലുവിളിയാകും. സംഘടനാ നയരൂപീകരണങ്ങളിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ബേബി ഇടപെടുമ്പോൾ കേരളത്തിലെ CPM-ൽ പുതിയ സമവാക്യങ്ങൾ കൂടി രൂപപ്പെട്ടേക്കാം. ന്യൂസ് ഡെസ്ക്, അമൃത TV. വഖഫ് നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബിൽ നിയമമായി. നിയമം പ്രാബല്യത്തിലാകുന്ന തീയതി പ്രത്യേക വിജ്ഞാപനത്തിലൂടെ പ്രഖ്യാപിക്കും. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നായിരിക്കും ഇനി വഖഫ് നിയമത്തിന്റെ പേര്. ഉമീദ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. 1995-ലെ വഖഫ് നിയമത്തിലാണ് ഭേദഗതി. ഓഗസ്റ്റിൽ ബില്ല് അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. JPC-യുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത്. പ്രതിപക്ഷത്തിന്റെയും മുസ്ലിം സംഘടനകളുടെയും കടുത്ത എതിർപ്പിനിടെയായിരുന്നു ബിൽ പാസാക്കിയത്. ബില്ലിനെതിരെ കോൺഗ്രസ്, മജ്ലിസ് പാർട്ടി നേതാക്കൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് അഭ്യർത്ഥിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രപതിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. നിയമത്തിനെതിരെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യവ്യാപക പ്രതിഷേധവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. JNU, ജാമിയ മിലിയ അടക്കം വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. മലപ്പുറത്തെ വിവാദ പ്രസംഗത്തിൽ മറുപടിയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വർഗീയവാദിയാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. മുസ്ലിം ലീഗിന് മതേതരത്വമില്ല. ഇത് തുറന്നു പറയുമ്പോഴാണ് താൻ വർഗീയവാദിയാകുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ലീഗിലെ നേതാക്കന്മാർ ഒന്നിലധികം കോളേജിൽ ലാസ്റ്റ് ഇറങ്ങിപ്പോകുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അതിപ്പോൾ പോലും ഒപ്പിട്ടെടുത്തപ്പോൾ എൻ്റെ സമുദായത്തിന് എന്ത് കിട്ടി? ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. അപ്പോൾ ഒരു മുസ്ലിം വിരോധിയാണെന്ന് എന്നോട്ടാണ് എന്നെ പറ്റി പറയാൻ തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശത്തിൽ പിന്തുണയുമായി BJP. പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് K. സുരേന്ദ്രൻ. വിവാദമാക്കാനില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. നിലവാരം കുറഞ്ഞ പ്രസ്താവനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്തെ പ്രത്യേക രാജ്യമായാണ് ഒരു കൂട്ടർ കണക്കാക്കുന്നതെന്നും ഈഴവർ ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് കഴിയുന്നതെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ വാക്കുകൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ജില്ലയിൽ ഉയർന്നത്. എന്നാൽ പ്രസ്താവനയിൽ കഴമ്പുണ്ടെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. ചില മതങ്ങൾ ആ OBC റിസർവേഷനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവരുടെ മനസ്സിലൊരു ഡൗട്ടുണ്ട്. അവരതിനെപ്പറ്റി പറയും.
അവർ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും, അവർ ചെയ്യണം. ഭൂമിശാസ്ത്രം ഒരു പ്രത്യേക രീതിയിലാകുമ്പോൾ അവിടെ ജനാധിപത്യവും മതേതരത്വവും ഉണ്ടാകില്ല എന്ന് കെ സുരേന്ദ്രനും പ്രതികരിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല. അതേസമയം വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ വളരെ കരുതലോടെയാണ് CPM പ്രതികരിച്ചത്. അതൊന്നും അത്ര വലിയ വിവാദമായിട്ട് കാണില്ല. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിവാദമാക്കാൻ പുറപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, അവർ പ്രതികരിച്ചോട്ടെ, ഞങ്ങൾ കയ്യിൽ പോകുമ്പോൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം നടത്തിയത് വൃത്തികെട്ട നിലവാരം കുറഞ്ഞ പ്രസ്താവനയെന്ന് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് അമൃത TV. പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 2022 റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വേണമെന്നാണ് ആവശ്യം. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ ഓവർസീസ് റൈറ്റ്, അഭിനേതാക്കളുടെ പ്രതിഫലം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് ആദായ നികുതി വകുപ്പ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നടൻ മോഹൻലാലിന് ദുബായിൽ വെച്ച് 2.5 കോടി രൂപ കൈമാറിയതിന്റെ വിശദാംശങ്ങളും നൽകേണ്ടി വരും. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് ഫിലിംസിൽ 2022 റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചതെന്നും എമ്പുരാൻ സിനിമാ വിവാദവുമായി ഇതിന് ബന്ധമില്ലെന്നുമാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിലെ സിനിമാ ചിത്രീകരണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു 2022 റെയ്ഡിൽ IT വകുപ്പ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങളാണ് തേടിയിട്ടുള്ളത്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ. ഏപ്രിൽ 29-നകം ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. അതേസമയം എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലനെതിരായ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചേരാനെല്ലൂരിനെ 2ആയി വിഭജിക്കുന്നതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. 180 ദിവസമായി നാട്ടുകാർ പ്രതിഷേധ സമരത്തിലാണ്. ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാൻ അടിപ്പാത വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചേരാനെല്ലൂരിനെ 2ആയി വിഭജിച്ചുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ദേശീയപാത കടന്നുപോകുന്നത്. 2.4 കിലോമീറ്റർ ദൂരത്തിൽ ബൈപ്പാസുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ എവിടെയും വിടവില്ല. അടിപ്പാതയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്ന പരിഹാരം. ചേരാനെല്ലൂർ, തൈക്കാവ്, GLPS റോഡ് ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 2.5 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങിയാൽ മാത്രമേ പ്രദേശവാസികൾക്ക് റോഡ് മുറിച്ചു കടക്കാനാകൂ. കണ്ടെയ്നർ ജംഗ്ഷൻ മുതൽ കുന്നുംപുറം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് അടച്ചുകെട്ടിയാണ് ദേശീയപാതയുടെ നിർമ്മാണം. പാതയ്ക്ക് ഇരുവശങ്ങളിലും വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയുണ്ട്. ആളുകൾക്ക് സുഗമമായി ഇവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പഞ്ചായത്ത് ഭരണസമിതിയെല്ലാം നാട്ടുകാർക്കൊപ്പമാണ്. പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഇതിനോട് എതിർപ്പാണ്. ഹൈവേ 66ൻ്റെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിയിലാണ്. ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സമരങ്ങളും കാര്യങ്ങളും നടത്തി പോവുക എന്നല്ലാതെ ഞങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്ത് കേസ് പോയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു പഞ്ചായത്തിനെ വിളിച്ചിട്ട് നമുക്കൊരു നിർദ്ദേശങ്ങൾ തരികയോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് തുടക്കത്തിലേ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. തുടർന്ന് തന്നെ പോകും എന്നുള്ളതാണ്. തുടർന്ന് എവിടെ വരെ പോകണം, ഏതെല്ലാം വിധത്തിൽ ഞങ്ങൾ സമരം ചെയ്യാൻ പറ്റും, ഞങ്ങൾ അതിന് തന്നെയാണ് വെച്ച് നിൽക്കുന്നത്. ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരും വിദ്യാർത്ഥികളുമാണ് ഇതിൽ പ്രധാനമായും ബുദ്ധിമുട്ടുക. ശരിയായ ഇടപെടൽ നടത്തി അടിപ്പാത കൂടി ശരിയാക്കി നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നതാണ് ആവശ്യം. ആവശ്യങ്ങൾ പരാതികളായി നൽകിയും സമരങ്ങൾ സജീവമാക്കിയും മുന്നോട്ടു പോവുകയാണ് ഇവിടെയുള്ളവർ. അമൃത ന്യൂസ്, കൊച്ചി. മലങ്കര സഭയുടെ പള്ളികൾ ഭാഗിച്ച് മറ്റൊരു സഭയാകാമെന്നത് ചിലരുടെ ദിവാസ്വപ്നം മാത്രമെന്ന് ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. മലങ്കര സഭയുടെ പള്ളികൾ കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ആരെയെങ്കിലും സ്വയം കാതോലിക്ക എന്ന് പ്രഖ്യാപിക്കുന്നതിനെ മലങ്കര സഭ മുഖവിലക്കെടുക്കുന്നില്ല. വഖഫ് ബിൽ പോലെ ചർച്ച് ബില്ലും കൊണ്ടുവരാൻ നീക്കം നടക്കുന്നതായുള്ള വാർത്തകൾ കണ്ടു. ഒരു ബില്ല് വന്നാൽ ആ ബിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ബില്ലിന്റെ പേരിൽ ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
ക്രൈസ്തവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നിലപാട് തള്ളി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്നില്ലെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. നമ്മൾ ഒന്നിച്ചു നിന്നാൽ രാഷ്ട്രീയക്കാർ നമ്മളെ തേടിയെത്തും. ക്രൈസ്തവർ തമ്മിൽ ഒരുമയുണ്ടാകണം. പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്നത് തെറ്റായ സന്ദേശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിസിനസ്, ടൂറിസ്റ്റ്, സന്ദർശക വിസയ്ക്ക് ഇന്ത്യ അടക്കം 14 രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് വന്നിട്ടുള്ളവർ ഏപ്രിൽ 13 മുമ്പ് രാജ്യത്ത് നിന്ന് മടങ്ങണമെന്നും ഇല്ലെങ്കിൽ 5 വർഷത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വിശ്വസിക്കരുതെന്ന് സൗദി ജവാസ ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ബിസിനസ്, ടൂറിസ്റ്റ്, സന്ദർശന വിസയ്ക്ക് വന്നവർക്ക് വിസ കാലാവധി അവസാനിക്കുന്നതുവരെ സൗദിയിൽ താമസിക്കാമെന്നും കാലാവധിക്ക് ശേഷം രാജ്യത്ത് തങ്ങിയാൽ നിയമാനുസൃത നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും ജവാസാദ് പറഞ്ഞു. മൾട്ടിപ്പിൾ ടൂറിസ്റ്റ് വിസക്കാർക്ക് 1 വർഷത്തിലാകെ 90 ദിവസം മാത്രമേ സൗദിയിൽ താമസിക്കാൻ അനുവാദമുള്ളൂ. ഇത്തരം വിസക്കാർക്കും ഹജ്ജ് ചെയ്യാൻ അനുമതിയുണ്ടാകില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കം നയത്തെ തുടർന്ന് ആഗോള വ്യാപാര സാമ്പത്തിക മേഖലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് കുവൈറ്റ്. നിലവിൽ രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം സുസ്ഥിരമാണെന്നും അന്താരാഷ്ട്ര വാണിജ്യ പങ്കാളികളുമായി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം കുവൈറ്റ് ഓഹരി വിപണി തുടർച്ചയായ 2ാം ദിവസവും വൻ തകർച്ച നേരിട്ടു. ഏകദേശം $800 കോടി നഷ്ടത്തിലാണ് കുവൈറ്റ് ഓഹരി വിപണി ഇന്ന് അവസാനിച്ചത്. മൊത്തം മൂലധനത്തിന്റെ 5.15%. ഇതിനു പുറമെ ഇന്ന് ഡോളറിനെതിരെ കുവൈറ്റ് ദിനാർ മൂല്യവും 0.06% കുറവ് രേഖപ്പെടുത്തി. കുവൈറ്റിൽ വിദേശികളായ പ്രൊഫഷണലുകളുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ച് വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിന് ഓട്ടോമേറ്റഡ് സംവിധാനം ആരംഭിച്ചു. പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മൻസൂഖ് അൽ ഒദൈബിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനം. കുടിയേറ്റ തൊഴിലാളികൾ, GCC പൗരന്മാർ, ബദൂനികൾ അഥവാ പൗരത്വമില്ലാത്തവർ എന്നിവരും പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിന്റെ പുതിയ ഉത്തരവിൽ ഉൾപ്പെടും. എന്നാൽ സ്വദേശികൾക്ക് ഇത് ബാധകമല്ല. കുവൈറ്റിൽ യാഹല ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ആഡംബര വാഹന സമ്മാന പദ്ധതിയിലെ 1 മുതൽ 7 വരെയുള്ള പ്രതിവാര നറുക്കെടുപ്പിൽ വിജയികളായവരിൽ 5 മലയാളികളും. ആദ്യ ആഴ്ചയിലെ നറുക്കെടുപ്പിൽ ബിജു കുഞ്ഞ് വോക്സ് വാഗൺ ട്രോക്ക് വാഹനം സ്വന്തമാക്കി. 3ാം വാരത്തിലെ നറുക്കെടുപ്പിൽ ജെയിംസ് ചാക്കോ ജാഗ്വർ E-പീസ് വാഹനം സമ്മാനമായി നേടി. 6ാം വാരത്തിലെ നറുക്കെടുപ്പിൽ സുരേഷിന് റേഞ്ച് റോവർ ഇവോക് വാഹനം ലഭിച്ചു. 7ാം വാര നറുക്കെടുപ്പിൽ 12 വാഹനങ്ങളിൽ 2 എണ്ണം ലഭിച്ചതും മലയാളികൾക്കാണ്. ജാസിർ സെയ്ദലി എന്നയാൾക്ക് ലെക്സസ് RH 350 വാഹനവും അനീഷ് കുര്യൻ ജോർജിന് മക്രറ്റി ഗ്രിസെയിൽ GT വാഹനവും സമ്മാനമായി ലഭിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ 8ാം വാര നറുക്കെടുപ്പ് ഫലം റദ്ദാക്കിയിരുന്നു. 9, 10 വാരങ്ങളിലെ നറുക്കെടുപ്പ് ഇന്നലെ ആക്ടിംഗ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടന്നത്. മറ്റു വാർത്തകൾ നോക്കാം. കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ അപസ്മാര രോഗ ചികിത്സാ ക്യാമ്പ് നടന്നു. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നടന്ന ക്യാമ്പിന് കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോ എപ്പിലെപ്സി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ സിബി ഗോപിനാഥ് നേതൃത്വം നൽകി. കൊച്ചി അമൃത ആശുപത്രി, അമൃത ടെലിമെഡിസിൻ, കോഴിക്കോട് മാതാമൃതാനന്ദമയി മഠം, ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ അപസ്മാര രോഗ ചികിത്സാ ക്യാമ്പ്. കോഴിക്കോട് അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നടന്ന ക്യാമ്പ് മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന് കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോ എപ്പിലെപ്സി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ സിബി ഗോപിനാഥ് നേതൃത്വം നൽകി. മുൻകൂട്ടി ബുക്ക് ചെയ്തവരാണ് ക്യാമ്പിൽ ചികിത്സ തേടിയത്. ക്യാമ്പിന് നേരത്തെ നോട്ടീസ് നൽകുകയും അത് പ്രകാരം വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും കണ്ണൂരിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ നമുക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് മുഖാന്തരം ബുക്ക് ചെയ്യുകയും അത് പ്രകാരം ഒരു 24 പേരെ നമ്മൾ ആൾക്കാരുടെ എണ്ണം അത്രയും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്യാമ്പ് കണ്ടക്ട് ചെയ്തത്. അമൃത ആശുപത്രിയുടെ ചികിത്സയിലൂടെ രോഗം ഭേദമായതിന്റെ സന്തോഷം പലരും പങ്കുവച്ചു. ഇവിടെ കുറേ ഡോക്ടർമാരെയും ആയുർവേദം, ഹോമിയോ അല്ലാതെ ദൈവികരമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും കാണിച്ച് അങ്ങനെയാണ് ഞങ്ങൾ രജീഷ് എന്ന് പറഞ്ഞൊരു കെയർ ഓഫിൽ അമൃത ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്നത്. ഇതൊരു ഫിക്സ് പോലെ വരികയായിരുന്നു. അങ്ങനെ അവിടെ പോയി ശിബി മാഡത്തെ കണ്ട് 1 വർഷത്തിനടുത്ത് മാഡത്തിൻ്റെ മെഡിസിൻ കഴിച്ചു. അപ്പോൾ സർജറി ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞു. അടുത്ത മാസത്തേക്ക് 1 വർഷമായി. ഇന്ന് വരെ ഒരു കുഴപ്പം എനിക്കുണ്ടായിട്ടില്ല. ഡോക്ടർ ഹരീഷ്, ടെലിമീഡിയ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രജീഷ്, അയുത് കാര്യദർശി ദീപേഷ് തുടങ്ങിയവർ ക്യാമ്പിൽ സന്നിഹിതരായി. അമൃത ന്യൂസ്, കോഴിക്കോട്. മാതാമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നൽകി വരാറുള്ള അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങളായ വനിതകൾക്കുള്ള വസ്ത്രവിതരണം കൊല്ലം ജില്ലയിൽ നടന്നു. ജില്ലയിലെ 23 ക്ലസ്റ്ററുകളിൽ നിന്നുള്ള വനിതാ അംഗങ്ങൾക്കാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത്.
ആലപ്പുഴ, കൊല്ലം ജില്ലകളോട് ചേർന്ന് കിടക്കുന്ന ദേവികുളങ്ങര പഞ്ചായത്തിലെ ക്ലസ്റ്ററിൽ നിന്നുമാണ് ഞായറാഴ്ച ദിനം വസ്ത്രവിതരണത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് കുലശേഖരപുരം, പന്മന, തേവലക്കര, ചവറ, പുത്തൻതുറ, പരിമണം, കാനകവയൽ, പുത്തൂർ തുടങ്ങിയ ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന അമൃതശ്രീ യൂണിറ്റിലെ വനിതകൾക്ക് ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ സാരി വിതരണം ചെയ്തു. ജില്ലയിലെ 23 ക്ലസ്റ്ററുകളിലായി 4000-ന് മുകളിൽ വരുന്ന വനിതകൾക്കാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത്. ഞങ്ങൾ 2007 ഗ്രൂപ്പ് തുടങ്ങിയതാണ്. 2013 സൊസൈറ്റി രൂപീകരിച്ചത്. അന്ന് മുതലേ ഞങ്ങൾക്ക് 38-40 ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അന്ന് മുതലേ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. അമ്മയുടെ കാരുണ്യത്താലും അമ്മ സ്ത്രീ ശാക്തീകരണം മുൻനിർത്തിയാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മയുടെ പ്രവർത്തന മൂലധനം എല്ലാ വർഷവും സ്ത്രീകൾ സ്വയം പര്യാപ്തരാവണം എന്നുള്ള നിലയിൽ അമ്മ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നു. വരും ദിവസങ്ങളിലും അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വസ്ത്രവിതരണം മറ്റ് സ്ഥലങ്ങളിലും നടക്കും. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ ഏകദേശം 15,000-ഓളം സംഘങ്ങളും 2.5 ലക്ഷത്തിലധികം അംഗങ്ങളുമുണ്ട്. എല്ലാ സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനവും വസ്ത്രവും വർഷം തോറും മഠം നൽകി വരുന്നു. അമൃതശ്രീ കൊല്ലം ജില്ലയിലെ വസ്ത്രവിതരണ പ്രവർത്തനങ്ങൾക്ക് അമൃതശ്രീ ജില്ലാ കോർഡിനേറ്റർ പുഷ്പരാജൻ, ബ്രഹ്മചാരിണികളായ ശാന്ത, പൂർണിമ, ശ്രീസുധ, പ്രിയ, രമ എന്നിവർ നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കൊല്ലം. ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള കുതിരയോട്ട മത്സരമായ ദുബായ് വേൾഡ് കപ്പിൽ ഖത്തറിന്റെ ഹിറ്റ് ഷോ ചാമ്പ്യൻ. 103 കോടി രൂപയാണ് ഹിറ്റ് ഷോയ്ക്ക് ലഭിക്കുക. ഫ്ലോറൻ ജിറോക്സ് ആയിരുന്നു ഹിറ്റ് ഷോയുടെ ജോക്കി. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ കുതിരകൾ അണിനിരുന്ന ദുബായ് വേൾഡ് കപ്പിൽ ഖത്തറിന്റെ ഹിറ്റ് ഷോ ചാമ്പ്യനായി. ദുബായ് മെയ്ദാൻ റേസ് കോഴ്സിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ മിക്സ്ഡോ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഹിറ്റ് ഷോ വിജയം നേടിയത്. അവസാന 100 മീറ്ററിൽ പുറകിൽ നിന്നും ഹിറ്റ് ഷോ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയാണ് 103 കോടി രൂപയ്ക്ക് അർഹനായത്. ഫ്ലോറൻ ജെറോക്സ് ജോക്കിയും ബ്രാഡച്ച് കോക്സും പരിശീലകനായിരുന്നു. മൊത്തം $3.05 കോടി 9 വിഭാഗങ്ങളിലെ ജേതാക്കൾക്കായി വീതിച്ചു നൽകിയത്. 1 മുതൽ 8 വിഭാഗങ്ങളിലെ മത്സര ജേതാക്കൾക്ക് യഥാക്രമം $10 മുതൽ $60 ലക്ഷം വരെയായിരുന്നു സമ്മാനം. 13 രാജ്യങ്ങളിൽ നിന്നുള്ള 102 കുതിരകൾ വിവിധ മത്സരങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു. 65,000-ലേറെ പേർ മത്സരം കാണാൻ ദുബായ് മെയ്ദാൻ റേസ് കോഴ്സിലെത്തി. കഴിഞ്ഞ വർഷത്തെ എൻ്റെ മുമ്പിലത്തെ വെച്ച് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഞങ്ങളുടെ ഫുൾ കപ്പാസിറ്റിയിൽ ഓടുന്ന ഒരു റേസാണ്. പിന്നെ കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ഒരുപാട് പേര് ഈ റേസിങ്ങിന് ആയിട്ട് ഇപ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോവിഡൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഇത്. പിന്നെ ഇത് വേൾഡ്സ് റിച്ചസ്റ്റ് റേസാണ്. പിന്നെ ഇത് കൂടുതൽ ഇപ്പം UAE കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു റേസാണ്. ഇപ്പോൾ 13 കൺട്രീസ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ദുബായിലോട്ട് ഈ ഹോഴ്സ് റേസിംഗിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം. പോരാട്ടം കാണാൻ അദ്ദേഹം നേരിട്ടെത്തിയിരുന്നു. ദുബായ് വേൾഡ് കപ്പിന്റെ 29ാമത് പതിപ്പായിരുന്നു ഇത്തവണത്തേത്. അമൃത ന്യൂസ്, ദുബായ്. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FCക്ക് തോൽവി. ഡെംബോ ഗോവയോട് ഗോകുലത്തിന്റെ തോൽവി 3-നെതിരെ 4 ഗോളുകൾക്കാണ്. 2-0 മുന്നിൽ നിന്ന ശേഷമാണ് തോൽവി. 2ാം പകുതിയിൽ ഗോകുലത്തിന്റെ പ്രതിരോധ താരം മഷൂർ ഷെരീഫ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് തിരിച്ചടിയായി. തബീസോ ബ്രൗൺ ഗോകുലത്തിനായി ഹാട്രിക് നേടി. ഇഞ്ചുറി ടൈമിലായിരുന്നു ഡെംബോയുടെ വിജയ ഗോൾ. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.